മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 20/10/1984 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകമാണ് നക്ഷത്രം. മകം, ഒന്നാം പാദം. തുലാ ലഗ്നം. ലഗ്നത്തിൽ സൂര്യൻ, ശനി, ഗുളികൻ, ബുധൻ. 2-ൽ ശുക്രൻ, കേതു. 3-ൽ ഗുരു, കുജൻ അഥവാ വ്യാഴം. 4, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ രാഹു. 9, 10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ ചന്ദ്രൻ. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. എന്തുകൊണ്ടെന്നാൽ പ്രധാനമായും തുലാലഗ്നം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വിവാഹകാരകൻ ശുക്രൻ തന്നെയാണ്. 2-ൽ നിൽക്കുന്നു കേതുവിനോടൊത്ത്. അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടിയുണ്ട്. ഉപരി ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. എന്ന് വച്ചാൽ ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുകയും ലഗ്നാധിപനിലേക്ക് ഗുളികൻ്റെ 2ാം ദൃഷ്ടി വരികയും ചെയ്യുന്നു. വളരെ മോശമാണ്. പ്രത്യേകിച്ചും ആ വ്യക്തിക്ക് തന്നെയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സങ്ങൾ, ജീവിത അഭിവൃദ്ധി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് തടസ്സങ്ങൾ വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. അതങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ വിവാഹം അകാരണമായി വൈകിക്കുകയോ അതല്ലെങ്കിൽ വിവാഹത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയോ വിവാഹബന്ധം ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയും ഒരു വലിയ കാരണം തന്നെയാണ്. പ്രത്യേകിച്ചും ലഗ്നാധിപൻ വിവാഹകാരകൻ കൂടി ആയതുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ്സ് ശുക്രനുമായി ബന്ധപ്പെട്ട് മാത്രം തന്നെ ഉള്ളത്. അതിനോടൊത്തു തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ കുറേയധികം സാധാരണ ഗ്രഹനിലകളെ അപേക്ഷിച്ച് കുറേയധികം പ്രത്യേകതകളുണ്ട്. 1, ലഗ്നത്തിൽ ഉച്ചനായി ശനി നിൽക്കുന്നു. വളരെ നല്ലതാണ്. പക്ഷേ ഗുളികനോടൊത്താണ് ശനി നിൽക്കുന്നത്. ശനി ഗുളികൻ ഒരു നല്ല കോമ്പിനേഷൻ അല്ല. അവിടെ തന്നെ നീചനായി പ്രധാന ശത്രു, ശനിയുടെ പ്രധാന ശത്രു സൂര്യൻ നിൽക്കുന്നു. ഒട്ടും നല്ലതല്ല. അപ്പോൾ അതിശക്തരായിട്ടുള്ള 2 ഗ്രഹങ്ങൾ, ഒന്ന് ഉച്ചാവസ്ഥയിലും ഒന്ന് നീചാവസ്ഥയിലും, പ്രത്യേകിച്ച് ഗുളിക ബന്ധത്തോടു കൂടി നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ. അതുപോലെ തന്നെ 12ാം ഭാവത്തിൻ്റെ അധിപനുമായ ബുധനും നീചനായ സൂര്യനോടൊത്ത് ഉച്ചനായ ശനിയോടൊത്ത് ഗുളികനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 6ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾക്ക് തർക്കം, തടസ്സം, കാലതാമസം പോലെയുള്ള അനുഭവങ്ങൾ യഥേഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ ഇവിടെ നീചനായി, ശത്രുവായ ശനി, ഗുളികൻ, രാഹുവിൻ്റെ ദൃഷ്ടി പിതാവിനെ ഏതെങ്കിലും രീതിയിൽ നേരത്തെ കൂട്ടി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാകാം. അതും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും പിതൃകാരകൻ നീചനായി നിൽക്കുന്നു. ശനിയോടൊത്ത് ഗുളികനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ. പിതാവിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനാകട്ടെ അതേ രാശിയിൽ തന്നെ അതേ ഭാവത്തിൽ തന്നെ മേൽ പറഞ്ഞ ഉച്ചനായ ശനിയോടൊത്ത് പിതൃകാരകനായ സൂര്യനോടൊത്ത് വിഷം മാത്രം സപ്ലൈ ചെയ്യുന്ന ഗുളികനോടൊത്തും നിൽക്കുന്നു. അവിടേക്കാണ് ഉന്തിന് പുറകെ തള്ള് എന്ന് പറഞ്ഞ പോലെ രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയും. വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണിത്. ടഫ്നെസ്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെല്ലാം നീന്തി അക്കരെ കയറാൻ ശ്രമിക്കുന്നതനുസരിച്ച് കൈകൾ തളർന്നു പോകുന്ന ഒരവസ്ഥ എന്ന് പറയില്ലേ, അതിന് സമമായിട്ടുള്ള ജീവിതാവസ്ഥകൾ ഈ വ്യക്തിക്ക് നിലവിലുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണ്. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ 3, 6 രോഗസ്ഥാനം, ശത്രുസ്ഥാനം. ലഗ്നാൽ 6 രോഗസ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴം 3-ൽ നിൽക്കുന്നു. വളരെ നല്ലതാണ്. പക്ഷേ അവിടെ കുജനുണ്ട്. അതും കുഴപ്പമില്ല. പക്ഷേ അവിടേക്ക് നീചനായ സൂര്യനോടൊത്ത് ഗുളികനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി അവിടേക്ക് വന്നു. അപ്പോൾ ഇൻഡയറക്റ്റായി നീചനായ സൂര്യൻ്റെ ബന്ധം, ഗുളികൻ്റെ ബന്ധം, രാഹുവിൻ്റെ ബന്ധം, ഡയറക്റ്റായി ശനിയുടെ ബന്ധവും, ഇത് 4ഉം കൂടെ ചേരുമ്പോൾ അസുഖങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്ന അവസ്ഥ അധികരിച്ചു നിൽക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായ ആ മുറയിൽ തന്നെ, ആ മുറയ്ക്ക് തന്നെ ചിട്ടവട്ടത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് കുറയും. 100% മാറുമെന്നൊന്നും അർത്ഥമില്ല. പക്ഷേ 100-ൽ 100 എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും. അതിൽ തർക്കവുമില്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ
നാലാം ഭാവം 1, 2, 3, 4 ശനി. നാലാം ഭാവാധിപനായിട്ടുള്ള ശനി മാതാവിൻ്റെ സ്ഥാനമാണ്, വീടിൻ്റെ സ്ഥാനമാണ്, വാഹനസ്ഥാനമാണ്. ലഗ്നത്തിൽ നേരത്തെ പറഞ്ഞ നീചനായ സൂര്യൻ, ഗുളികൻ, രാഹുവിൻ്റെ ദൃഷ്ടി ഒക്കെ ആയിട്ട് നിൽക്കുന്നു. മാതാവ് ടോക്സിക് മൈൻഡഡ് ആയിട്ടുള്ള, വളരെ നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം നാലാം ഭാവാധിപനായിട്ട് ശനി വന്നു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ചും കഠിന സ്വഭാവമുള്ള ഗ്രഹമാണ്, ഉറച്ച ഗ്രഹം തന്നെയാണ് ശനി എന്ന് പറയുന്നത്. അതിനോടൊത്ത് ഗുളികനും നീചനായ ശത്രു സൂര്യനും നിന്ന് കഴിഞ്ഞാൽ മാതാവിന് എ ടൈപ്പ് ഓഫ് ടോക്സിക് മൈൻഡ് നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ്. അത് അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്വസ്ഥത, സമാധാനം ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. അതില്ലാതാനും അദ്ദേഹം തന്നെ വളരെ വിഷമത്തോടെ പറഞ്ഞൊരു കാര്യം തന്നെയാണത്. പക്ഷേ ഇവിടെ ഗ്രഹങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. അപ്പോൾ പൊതുവേ ഇത്തരക്കാരൊക്കെ വീട്ടിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചെന്ന് കയറുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റിവിറ്റി അവർക്ക് തന്നെ ഫീൽ ചെയ്യും. ആ വീട്ടിലേക്ക് തന്നെയാണല്ലോ ചെന്ന് കയറേണ്ടുന്നത് എന്ന് പറയുന്ന ഒരു ചിന്ത. അത് ഇത്തരം ഗ്രഹനിലകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. കാര്യം വീടുമായി ബന്ധപ്പെട്ട് സ്വസ്ഥത, സമാധാനം എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ ക്ഷാമം ഉണ്ടാകും അത്തരം അവസ്ഥകൾക്ക്. ഇത് ഈ ഗ്രഹനിലയുടെ ഒരു രീതി തന്നെയാണ്. അതുപോലെ 1, 2, 3, 4, 5 അഞ്ചാം ഭാവാധിപനും ശനി തന്നെയാണ്. മേൽപ്പറഞ്ഞ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥതകൾ ബാധിക്കും. എന്ന് വെച്ചാൽ ഒരു സ്വസ്ഥത മനസ്സിനുണ്ടാവുകയില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ തുടർന്ന് മനസ്സെപ്പോഴും ഇങ്ങനെ കലുഷിതമായിക്കൊണ്ടേയിരിക്കും, അസ്വസ്ഥതപ്പെട്ടുകൊണ്ടേയിരിക്കും, സ്വസ്ഥത നശിച്ചുകൊണ്ടേയിരിക്കും. ഓവർ തിങ്കിങ്, അധികരിച്ച ചിന്ത, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ ആകുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചിന്ത ഓട്ടോമാറ്റിക്കലി ഇത്തരക്കാരെ ബാധിക്കും. ഒരു പക്ഷേ അത് അവരുടെ കുറ്റവുമല്ല. കാരണം അത്രയും കാലം ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്നും അവർ നടത്തുന്ന ഒരു നിരൂപണം കൂടിയാണത്. ഇനിയും ഇങ്ങനെയാകുമോ, അല്ലെങ്കിൽ ആയിരിക്കും എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചിന്ത. അതിനെ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാനും പാടില്ല. ഇത് ഈ ഗ്രഹനിലയുടെ ഒരു രീതി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിലൊരു നിശ്ചിതമായിട്ടുള്ള ഒരു ആശ്വാസം കൃത്യമായി തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം, ഇദ്ദേഹം ഇതുവരെ 84 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ പ്രായം ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിവാഹം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? പല കാരണങ്ങളുണ്ട്. 1, 3, 6, 7 ലഗ്നാൽ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ വ്യാഴത്തോടൊത്തും നിൽക്കുന്നു 3-ൽ. അവിടേക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ശനിയുടെ 3ാമത്തെ ദൃഷ്ടി. എങ്ങനെയുള്ള ശനി? നീചനായ സൂര്യനോടൊത്ത്, ഗുളികനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ ശക്തനാണ്, അതിശക്തനാണ്. 7ാം ഭാവത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് തടസ്സം, തർക്കം, കാലതാമസം അത് വയ്ക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വിവാഹം, കാലം തെറ്റിയുള്ളൊരു വിവാഹം കഴിക്കണമെന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു യോഗം തന്നെയാണ്. അതിൽ തന്നെ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അദ്ദേഹത്തോട് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. തീർത്തും വ്യക്തിപരമായതിനാലാണത്. പക്ഷേ ഒരുപാട് വീഡിയോകളിൽ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിന്, പ്രത്യേകിച്ചും കുജൻ പോലെയുള്ള ശക്തനായിട്ടുള്ള കടുപ്പ സ്വഭാവമുള്ള ഗ്രഹത്തോടൊത്ത് അവിടേക്ക്, അല്ലെങ്കിൽ അതിനോടൊത്ത് ശനി പോലെയുള്ള ഗ്രഹങ്ങൾ ഒപ്പം നിൽക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ട് വിവാഹ സംബന്ധമായിട്ട് ഉണ്ടാക്കും. ഇനി ഇദ്ദേഹം നേരത്തെ കല്യാണം കഴിച്ചിരുന്നു എന്ന് വയ്ക്കുക, നേരത്തെ വിവാഹിതനായിരുന്നു എന്ന് വയ്ക്കുക, ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, വഴക്കുകൾ, എന്തിന് കോടതി വ്യവഹാരങ്ങൾക്ക് വരെ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വ്യാഴമുണ്ട് എന്നത് അപ്പോഴും ഒരു ആശ്വാസമാണ്. എന്നിരുന്നാൽ തന്നെയും ഇത്രയും ശക്തമായിട്ടുള്ള, പ്രത്യേകിച്ചും ഗുളികനോടൊത്തൊക്കെ നിൽക്കുന്ന ശനി, നീചനായ സൂര്യനോടൊത്തൊക്കെ നിൽക്കുന്ന ശനി, രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കി പോസിറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ വ്യാഴത്തിനും അതൊരു ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇവിടെ വിവാഹം ഇതുവരെ ആയിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ടും അത് വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് അതിങ്ങനെ നീണ്ട് അകാരണമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ യഥാർത്ഥ റീസൺ. ആ കാരണം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഈ പറയുന്ന ഗ്രഹങ്ങൾ ഈ രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് എടുത്തു പറയുകയാണ്. പ്രത്യേകിച്ചും സൂര്യൻ ഇവിടെ നവാംശത്തിലും സൂര്യൻ്റെ സ്ഥാനം തുലാത്തിൽ തന്നെയാണെന്ന് വെച്ചാൽ അവിടെ നീചനാണ്. അപ്പോൾ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന സൂര്യനാണ്, ബലം കൂടും. അവിടെ നിർഭാഗ്യവശാൽ ശനി വന്ന് പെട്ടു എന്നത് ഒരു നിർഭാഗ്യം തന്നെയാണ്.
ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടേക്ക് ഒന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല. ഇവിടെയുള്ള ഏക ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ലഗ്നാൽ 7ലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. പക്ഷേ അത് വിവാഹം വൈകിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്തിയ ശേഷമായിരിക്കും വ്യാഴം അവിടെ അതിൻ്റെ ജോലി കൃത്യമായി തന്നെ ചെയ്യുക. അവിടേക്ക് രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അതിനെയും തരണം ചെയ്യാനുള്ള ശേഷി ഇവിടെ വ്യാഴം ആർജിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയേണ്ടി വരും. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 3ൽ നിൽക്കുന്നു, കുജനാണ്. അവിടേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നു. 7ലേക്കാണെങ്കിൽ രാഹുവിൻ്റെ 12ാം ദൃഷ്ടി. നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 ഈ 4 ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 8ലെ രാഹുവാണ്. 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനൊന്നുമല്ല എന്ന് ആസ്ട്രോളജി പറയുമ്പോഴും ജ്യോതിഷം പറയുമ്പോഴും രാഹുവാണ്, ഇല്യൂഷൻസ് ആണ്, മായാവിദ്യകളുള്ള ഛായാഗ്രഹമാണ്, സൂക്ഷിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ അഷ്ടമാധിപൻ കൂടാണ് ഇവിടെ ശുക്രൻ. 2ൽ കേതുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. അസുഖങ്ങൾക്ക് ഇതും ഒരു കാരണം തന്നെയാണ്. ഇവിടെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ പോലും ചില ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്തുവെന്ന് വെച്ചാൽ ലഗ്നത്തെ കൊണ്ടോ അല്ലെങ്കിൽ ലഗ്നാധിപനെ കൊണ്ടോ പരിഹാരം ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഇവിടെ പരിഗണിക്കേണ്ടത് ലഗ്നത്തിലെ ശനിയുടെ സ്ഥാനം, ഗുളികൻ്റെ സ്ഥാനം, പ്രത്യേകിച്ചും സൂര്യൻ്റെ സ്ഥാനം, വർഗോത്തമം ചെയ്തു നിൽക്കുന്ന സൂര്യൻ്റെ സ്ഥാനം, ഇത് കണക്കിലെടുത്ത് വേണം കൃത്യമായി പരിഹാരങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്ന പേരിൽ ചെയ്യുന്നത് ഏറ്റവും വലിയ അബദ്ധമായി മാറുകയും ചെയ്യും. അതിനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ 11ലാണ് ചന്ദ്രൻ്റെ സ്ഥാനം. 11ൽ ചന്ദ്രൻ നിൽക്കുകയും 11ാം ഭാവാധിപൻ നീചനായി ഗുളികനോടൊത്ത് ശത്രുവിനോടൊത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കോട്ടങ്ങൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. ഇതിലൊരു സീക്രട്ടുമുണ്ട്. എന്തെന്നാൽ ലഗ്നാൽ 2ൽ ലഗ്നാധിപൻ ശുക്രനോടൊത്ത് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. അവിടെ ഒരു നെഗറ്റീവ് ഉള്ളത് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്ന നെഗറ്റീവിനെ ഒഴിച്ചു മാറ്റി നിർത്തിയാൽ 2ാം ഭാവാധിപൻ ധനസ്ഥാനത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് വ്യാഴത്തോടൊത്താണ്. അപ്പോൾ ഒരല്പം വൈകിയാണെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ധനനേട്ടത്തിന് സാധ്യത വളരെ കൂടുതലാണ്. അത് എളുപ്പമാണ് എന്നല്ല, ഒരു സാധ്യത, വലിയ രീതിയിലുള്ള ധനനേട്ടത്തിന് ഒരു സാധ്യത അവിടെ തീർത്തും കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും രാഹു 8ൽ നിന്നുകൊണ്ടുള്ള 7ാം ദൃഷ്ടിയാണ് ലഗ്നാധിപനിലേക്ക് നടത്തുന്നത്. ശുക്രൻ ധനത്തെ ഡീൽ ചെയ്യുന്ന ഗ്രഹങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ധനത്തെ ഡീൽ ചെയ്യുന്ന മറ്റൊരു ഗ്രഹമാണ്, പ്രബല ഗ്രഹമാണ് വ്യാഴം. ഭാഗ്യാധിപൻ കൂടാണ്, ഭാഗ്യകാരകൻ കൂടാണ് ഏതൊരു ഗ്രഹനിലയിലും. അപ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ഭാഗ്യകാരകനായ വ്യാഴത്തോടൊത്ത് നിൽക്കുന്നു. ലഗ്നാധിപൻ 2ൽ തന്നെ നിൽക്കുന്നു, ധനസ്ഥാനത്ത്. ഈ രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു. അവിടെ ഈ ഗുളികൻ്റെ തടസ്സത്തെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ, അതിനുള്ള പരിഹാരം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ധനപരമായി എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഈ ഗ്രഹനിലയുടെ ഒരു സ്വഭാവം തന്നെയാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കേതുദശയിലായിരുന്നു ജനനം. മകമാണ് നക്ഷത്രം. കേതുദശയിൽ ജനിച്ചു. 91 വരെ കേതു, ശേഷം 20 കൊല്ലം ശുക്രൻ, ശേഷം 6 കൊല്ലം സൂര്യൻ 2017 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ 2027 വരെ, ശേഷം 7 കൊല്ലം ചൊവ്വ 2034 വരെ, ശേഷം 18 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന രാഹുദശ 2052 വരെ, ശേഷം വ്യാഴം 2068 വരെ, ശേഷം ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ ശുക്രൻ്റെ അപഹാരമാണ് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത്. നിലവിലുള്ള അപഹാരം എന്ന് പറയുന്നത് ചന്ദ്രദശയിൽ 10 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ചന്ദ്രദശയിൽ ശുക്രൻ്റെ അപഹാരം. ഗ്രഹങ്ങൾ പ്രകാരം ചന്ദ്രന് നിലവിൽ ആരോടും ശത്രുക്കളില്ല, എന്നാൽ ശുക്രന് ചന്ദ്രനോട് ശത്രുതയുണ്ട്. അപ്പോൾ ചന്ദ്രനിൽ ശുക്രൻ 8/11/2024 തൊട്ട് 10/7/2026 വരെ. ശുക്രൻ വിവാഹകാരകൻ, ഇവിടെ ലഗ്നാധിപൻ കൂടാണ്. നല്ല രീതിയിൽ കൃത്യമായി പരിഹാരങ്ങൾ ചിട്ടവട്ടത്തോടു കൂടി ചെയ്യുകയും ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിവാഹം തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരും, മുഷിയേണ്ടി വരും. അന്വേഷണങ്ങൾ കാര്യമായി തന്നെ നടത്തേണ്ടി വരും. നടത്തിയാൽ അതിന് റിസൾട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത. പരിഹാരങ്ങൾ ചിട്ടവട്ടത്തോടു കൂടി, ഞാൻ ആ വാക്ക് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, എപ്പോഴെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്ന് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് ചിട്ടവട്ടത്തോടു കൂടി തന്നെ പാലിച്ച് ചെയ്ത് ശ്രമിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2026 ജൂലൈ 10-ാം തീയതി വരെ ശുക്രൻ്റെ അപഹാരം തന്നെയാണ്. രാഹുവിൻ്റെ ദൃഷ്ടിയുള്ള ശുക്രൻ എന്തെങ്കിലുമൊക്കെ മായാവിദ്യകൾ രാഹു കാണിക്കാനുള്ള സാധ്യതയും അതുവഴി ഏതെങ്കിലും ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാളെ എത്തിക്കാനുള്ള സാധ്യതയും ഉള്ള ഒരു സമയം കൂടാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യുക വഴി അതിനുള്ള പോസിബിലിറ്റി, സാധ്യതയെ കൂട്ടുകയും ചെയ്യും. അല്പസ്വല്പം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇനിയാണെങ്കിലും എന്നും
അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിവികാസം പോലെയുള്ള കാര്യങ്ങൾ, ഔന്നത്യം പോലെയുള്ള കാര്യങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലാഭസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും 12ാം ഗുളികൻ്റെ 12ാം ദൃഷ്ടി ലഗ്നാൽ 12ലേക്ക് വരുന്നു. അപ്പോൾ ചെലവുകളെ അനിയന്ത്രിതമായി കൂട്ടും. 12ാം ഭാവാധിപൻ ലഗ്നത്തിൽ ഗുളികനോടൊത്ത് തന്നെ നിൽക്കുന്നു. ചെലവുകളെ രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ള പണം ആ ഉദ്ദേശം നടക്കാതിരിക്കുകയും മറ്റ് പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നടത്തുകയും ചെയ്യുന്ന ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയും ഈ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധിച്ച് തന്നെ, കരുതലോടെ തന്നെ, ജാഗ്രതയോടെ തന്നെ, ചിന്താശേഷിയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ അവസ്ഥ കൂടിയാണിത്. അദ്ദേഹത്തിന് എല്ലാ നന്മകളും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.